നമസ്കാരം. യജു വേൾഡ് കേരള യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്ലസ് ടു തുല്യതാ പരീക്ഷ 2024 മലയാളം മാതൃകാ ചോദ്യപേപ്പറാണ് ഇവിടെ വിശകലനം ചെയ്യുന്നത്. നമുക്കറിയാം, എല്ലാ വർഷവും പ്ലസ് 1-നും പ്ലസ് 2-നും മാതൃകാ ചോദ്യപേപ്പറിൽ നിന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കാറുണ്ട്. അതുകൊണ്ട് ഈ ചോദ്യപേപ്പർ മുഴുവനായി പഠിച്ചുകൊണ്ട് പോകുവാൻ എല്ലാവരും ശ്രമിക്കുക. നമുക്ക് ചോദ്യപേപ്പർ നോക്കാം. ഇതിൽ 1 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളാണ് ഈ വീഡിയോയിൽ വിശകലനം ചെയ്യുന്നത്. ഇതിൽ 1 മുതൽ 5 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 4 എണ്ണത്തിന് ഉത്തരം എഴുതുക. ഓരോ സ്കോർ വീതമാണ്. ഒന്നാമത്തെ ചോദ്യം, സംഘകാലത്തെ പ്രാചീന വ്യാകരണ ഗ്രന്ഥം ഏത് എന്നാണ്. ആൻസറായിട്ട് വന്നിരിക്കുന്നത് കേരള പാണിനീയം, മധുരൈ കാഞ്ചി, തൊൽക്കാപ്യം, മണിമേഖല. ഈ ചോദ്യം വന്നിരിക്കുന്നത് പ്ലസ് 1 പാഠപുസ്തകത്തിൽ നിന്നുമാണ്. ജോസഫ് മുണ്ടശ്ശേരിയുടെ മലയാളത്തിൻ്റെ വേരുകൾ എന്ന പാഠഭാഗത്തിൽ നിന്നാണ് ഈ ചോദ്യം ചോദിച്ചിരിക്കുന്നത്. അതിൽ സംഘകാലത്തെ പ്രധാന പ്രാചീന വ്യാകരണ ഗ്രന്ഥം തൊൽക്കാപ്യമാണ്. ഇതിൻ്റെ ആൻസർ തൊൽക്കാപ്യം. രണ്ടാമത്തെ ചോദ്യം, APJ അബ്ദുൽ കലാമിൻ്റെ ആത്മകഥയുടെ പേരെന്ത്? ആൻസർ തന്നിരിക്കുന്നത് ജീവിത സമരം, എൻ്റെ കഥ, കഴിഞ്ഞ കാലം, അഗ്നിച്ചിറകുകൾ. പേജ് നമ്പർ 41 ഉദാത്തമായ സന്ദേശങ്ങൾ എന്ന പാഠഭാഗമാണ് APJ അബ്ദുൽ കലാമിൻ്റെതായി പഠിക്കുവാനുള്ളത്. അദ്ദേഹത്തിൻ്റെ സുഹൃത്തുക്കളായ രാമനാഥ ശാസ്ത്രി, അരവിന്ദൻ, ശിവപ്രകാശൻ എന്നിവരൊന്നിച്ച് രാമേശ്വരത്ത് ചെലവഴിച്ച ബാല്യകാലത്തിൻ്റെ ഓർമ്മകളാണ് ഈ പാഠഭാഗത്തിൽ വിശദീകരിക്കുന്നത്. ഇത് അദ്ദേഹത്തിൻ്റെ ആത്മകഥയായ അഗ്നിച്ചിറകുകളിൽ നിന്നുമാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ രണ്ടാമത്തെ ആൻസർ അഗ്നിച്ചിറകുകൾ. മൂന്നാമത്തെ ചോദ്യം, കൂട്ടിപ്പിടിച്ച വളയങ്ങളുമായി സഞ്ചരിക്കുന്നവർ ആര്? ആൻസർ തന്നിരിക്കുന്നത് നഗരവാസികൾ, നാടോടികൾ, വീട്ടുകാർ, പട്ടാളക്കാർ. പേജ് നമ്പർ 126 S. ജോസഫിൻ്റെ ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള നാടോടികളും വീട്ടുകാരും എന്ന പാഠഭാഗത്തിൽ നിന്നാണ് ഈ ചോദ്യം വന്നിരിക്കുന്നത്. അതിൽ പറയുന്നുണ്ട്, വീട്ടുകാരുടെ എല്ലാ യാത്രകളും കൂട്ടിപ്പിടിച്ച വളയങ്ങളാണ്. തിരക്കേറിയ ജീവിതത്തിൽ അനിവാര്യമായ യാത്രയിൽ വളയങ്ങൾ കൂട്ടിപ്പിടിച്ച് വേഗതയിൽ അവർ ഓടിയെത്തുന്നുവെന്നും, എന്നാൽ നാടോടികളാകട്ടെ ആരും പണിയാത്ത വീട്ടിൽ, അതായത് പ്രകൃതിയിൽ കഴിയുന്നവരായിട്ടാണ് ഇവിടെ പറയുന്നത്. അവർ പുൽത്തട്ടിലിരിക്കുകയും ജീവിതയാത്രയിൽ സ്വയം വളയമുരുട്ടി അലയുന്നവരായിട്ടാണ് ഇതിൽ വിശദീകരിച്ചിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ ഉത്തരം വീട്ടുകാർ എന്നാണ്. നാലാമത്തെ ക്വസ്റ്റ്യൻ, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലിരിക്കുന്ന പ്രാചീന നാടൻ കല ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ആൻസർ തന്നിരിക്കുന്നത് തിരുവാതിരകളി, മാർഗംകളി, കൃഷ്ണനാട്ടം, തുമ്പിത്തുള്ളൽ പാട്ട് എന്നിവയാണ്. ഇത് പേജ് നമ്പർ 52 വളയിട്ട കൈകൾ എന്ന പാഠഭാഗത്തിൽ നിന്നുമുള്ള ഒരു ചോദ്യമാണ്. അതിൽ ഓരോ മതവിഭാഗത്തിൻ്റെയും കലാരൂപങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട്. ഹിന്ദു മതവിഭാഗത്തിൻ്റെ തിരുവാതിരകളി, ധനുമാസത്തിലെ തിരുവാതിര നാളിൽ നടത്തുന്ന ഈ വിനോദത്തിൽ പ്രധാനമായിട്ടും പരമശിവനെയാണ് പ്രകീർത്തിക്കുന്നത്. ഇതിന് കുമ്മികളി, കൈകൊട്ടിക്കളി എന്നിവയുമായിട്ട് സാദൃശ്യവുമുണ്ട്. പിന്നെ രണ്ടാമതായി മുസ്ലിം മതവിഭാഗത്തിൻ്റെ ഒപ്പനയെക്കുറിച്ച് പറയുന്നുണ്ട്. ഒപ്പന പ്രധാനമായും വിവാഹ ചടങ്ങുകളോട് അനുബന്ധിച്ചാണ് നടത്തുന്ന ഒരു കലാരൂപമാണ്. ഇതൊരു സംഘ നൃത്തമാണ്. വധുവിനെ മധ്യത്തിലിരുത്തി കൂട്ടുകാരികൾ വട്ടത്തിൽ നിറന്ന് കൈകൊട്ടി പാട്ടുപാടി നൃത്തം ചെയ്യുന്ന ഒരു കലയാണ് ഒപ്പന. അടുത്തതായിട്ട്, കേരളത്തിലെ സുറിയാനി ക്രിസ്ത്യാനികൾക്കിടയിൽ പ്രചാരത്തിലിരുന്ന ഒരു പ്രാചീന നാടൻ കലകളിൽ പ്രധാനപ്പെട്ടതായിട്ടാണ് മാർഗംകളിക്ക് പറയുന്നത്. വിവാഹ ആഘോഷങ്ങൾ, പെരുന്നാളുകൾ, മറ്റു വിശേഷ ദിവസങ്ങൾ എന്നിവയോടനുബന്ധിച്ച് മാർഗംകളി സംഘടിപ്പിക്കാറുണ്ട്. മാർഗംകളിയിൽ വിശുദ്ധ തോമസ് അപ്പോസ്തലൻ്റെ ജീവിതത്തെയും ഉപദേശങ്ങളെയും അടിസ്ഥാനമാക്കിയുള്ള ഗാനങ്ങളാണ് പ്രധാനമായും ആലപിക്കുന്നത്. അപ്പം നാലാമത്തതിൻ്റെ ആൻസർ മാർഗംകളിയാണ്. അഞ്ചാമത്തെ ക്വസ്റ്റ്യൻ, താഴെ പറയുന്നവയിൽ നായയെ കേന്ദ്ര കഥാപാത്രമാക്കിയ ചെറുകഥ ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. അതിൽ ശബ്ദിക്കുന്ന കലപ്പ, മാണിക്യൻ, വെള്ളപ്പൊക്കത്തിൽ, ഓർമ്മയുടെ ഞരമ്പ്, ഇത്രയും 4 ആൻസറാണ് തന്നിരിക്കുന്നത്. അത് നമുക്കറിയാം. പേജ് നമ്പർ 17 തകഴി ശിവശങ്കരപ്പിള്ളയുടെ വെള്ളപ്പൊക്കത്തിൽ എന്ന കഥയാണ് ഇതിൻ്റെ ആൻസർ. ഒരു കഥാകാരൻ എന്ന നിലയിൽ തകഴി ശിവശങ്കരപ്പിള്ള ശ്രദ്ധേയനായി തീർന്നത് വെള്ളപ്പൊക്കത്തിൽ എന്നത് കഥയിൽ കൂടിയാണ്. നാട്ടിൻ പുറത്തുണ്ടായ വലിയൊരു വെള്ളപ്പൊക്കത്തിൽ കൊടുപേക്ഷിച്ചു പോയ ചേന്നപ്പറയന് കൂടെ കൊണ്ടുപോകാൻ കഴിയാത്ത ഒരു നായയുടെ ദയനീയ അന്ത്യമാണ് ഈ കഥ. ഇതിലെ നായയുടെ അവസ്ഥ ഏതൊരാളുടെയും മനസ്സിലൊരു നീറ്റൽ ഉളവാക്കുന്നതാണ്. അഞ്ചാമത്തെ ആൻസർ വെള്ളപ്പൊക്കത്തിൽ. അടുത്തതായിട്ട് ചേരുംപടി ചേർക്കുവാനാണുള്ളത്. 6 മുതൽ 9 വരെയുള്ള ചോദ്യങ്ങളാണ് ചേരുംപടി ചേർക്കുവാനുള്ളത്.
അതിൽ എഴുത്തച്ഛൻ, ONV കുറുപ്പ്, കടമ്പനിട്ട രാമകൃഷ്ണൻ, ഗ്രേസി എന്നിവരുടെ കൃതികളാണ് ചേരുംപടി ചേർക്കുവാൻ തന്നിരിക്കുന്നത്. ആറാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് എഴുത്തച്ഛനാണ്. എഴുത്തച്ഛൻ ആധുനിക മലയാള ഭാഷയുടെ പിതാവും കിളിപ്പാട്ട് പ്രസ്ഥാനത്തിൻ്റെ ഉപജ്ഞാതാവുമാണെന്ന് നമുക്കറിയാമല്ലോ. അദ്ദേഹത്തിൻ്റെ മഹാഭാരതം കിളിപ്പാട്ട് സ്ത്രീപർവത്തിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ചെറിയ ഭാഗമാണ് ഗാന്ധാരി വിലാപം. അപ്പോൾ ആറാമത്തേൻ്റെ ആൻസർ ഗാന്ധാരി വിലാപമാണ്. ഏഴാമത് ONV കുറുപ്പാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ആധുനിക കവികളിൽ പ്രമുഖനും പ്രമുഖ ചലച്ചിത്ര ഗാന രചയിതാവുമാണ് അദ്ദേഹം. അദ്ദേഹത്തിൻ്റെ അപരാഹ്നം എന്ന കവിതയിൽ നിന്നും എടുത്തിട്ടുള്ള ഒരു ഭാഗമാണ് പെങ്ങൾ. അപ്പോൾ ഏഴാമത്തതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് പെങ്ങളാണ്. എട്ടാമത് കടമ്പനിട്ട രാമകൃഷ്ണൻ. നീളമറ്റ ചിറകുമായി ഒന്നിനെയും നേരിടുവാനാകാതെ മക്കളോടുള്ള വാത്സല്യം കൈമുതലാക്കി ജീവിക്കുന്ന ഒരമ്മയുടെ കഥ പറയുന്ന കോഴി കടമ്പനിട്ട രാമകൃഷ്ണൻ്റെ വളരെ പ്രധാനപ്പെട്ട ഒരു കൃതിയാണ്. അപ്പോൾ എട്ടാമത്തതിൻ്റെ ആൻസറായിട്ട് വരുന്നത് കോഴിയാണ്. ഒൻപതാമതായി വരുന്നത് ഗ്രേസി. പുരുഷാധിപത്യം അടിച്ചേൽപ്പിക്കുന്ന നിയന്ത്രണങ്ങൾക്കും യാതനകൾക്കും വിധേയരാവുന്ന സ്ത്രീകളെക്കുറിച്ചും മാറിയ കാലത്തും സ്ത്രീയുടെ സാമൂഹ്യ പദവി ചോദ്യചിഹ്നമായി തുടരുന്നതും ആക്ഷേപഹാസ്യത്തിൻ്റെ ചുവട് പിടിച്ച് ഗൗളി ജന്മത്തിൽ അവതരിപ്പിച്ചിരിക്കുന്നു. സ്ത്രീകൾക്ക് വേണ്ടിയുള്ള സ്ത്രീപക്ഷ രചന എന്ന തലത്തിലാണ് ഗൗളി ജന്മം എന്ന കൃതിക്ക് പ്രസക്തിയേറുന്നത്. അപ്പോൾ ഒൻപതാമത്തതിൻ്റെ ഉത്തരമായിട്ട് വരുന്നത് ഗൗളി ജന്മമാണ്. അടുത്തത് വാക്യത്തിൽ പ്രയോഗിക്കാനാണ്. പത്താമത്തെ ചോദ്യം വാക്യത്തിൽ പ്രയോഗിക്കുകയാണ്. അത് നമ്മുടെ ക്വസ്റ്റ്യൻ പേപ്പറിൽ തന്നിരിക്കുന്നത് ആട്ടി അകറ്റുക എന്നതാണ്. അപ്പം നമുക്കത് എഴുതാം. ദുഷിച്ച ശീലങ്ങളെ നമ്മുടെ ജീവിതത്തിൽ നിന്നും ആട്ടി അകറ്റുക തന്നെ വേണം എന്നെഴുതാം. പിന്നെ നമ്മുടെ യുക്തിക്കനുസരിച്ച് എന്താണ് നമുക്ക് എഴുതാൻ പറ്റുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് എഴുതാം. 11ാമത്തെ ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത് വാക്യത്തിൽ തെറ്റുണ്ടെങ്കിൽ തിരുത്തുക എന്നുള്ളതാണ്. അയാളുടെ സമസ്തമായ എല്ലാ കാര്യങ്ങളെയും എനിക്കറിയാം. അപ്പം അതിൻ്റെ അകത്ത് തന്നിട്ടുണ്ട് അയാളുടെ സമസ്തമായ എല്ലാ, ഇത് രണ്ടും ഒരേ അർത്ഥം വരുന്ന വാക്കുകളാണ്. അപ്പോൾ അതിലേതെങ്കിലും ഒന്ന് എഴുതിയാലിച്ചാൽ മതി. അയാളുടെ സമസ്തമായ കാര്യങ്ങളെയും എനിക്കറിയാം, അല്ലെങ്കിൽ അയാളുടെ എല്ലാ കാര്യങ്ങളെയും എനിക്കറിയാം. ഇതിലേത് വേണമെന്നുണ്ടെങ്കിലും നമുക്ക് എഴുതാം. രണ്ടും ഒരേ അർത്ഥം തന്നെ വരുന്നതാണ്. അടുത്തതായി ഒരു വാക്യത്തിൽ ഉത്തരം എഴുതുവാനുള്ളതാണ്. 12 മുതൽ 17 വരെയുള്ള ചോദ്യങ്ങളിൽ ഏതെങ്കിലും 5 എണ്ണത്തിന് ഒരു വാക്യത്തിൽ ഉത്തരം എഴുതുക. ഒരു സ്കോർ വീതമാണ്. 12ാമത്തെ ചോദ്യം ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കൃതി എഴുതിയതാര്? ഇത് ക്വസ്റ്റ്യൻ പേപ്പറിൽ ഉപ്പാൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്നാണ് അച്ചടിച്ചിരിക്കുന്നത്. അതിൻ്റെ കറക്റ്റായിട്ടുള്ളത് ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്നാണ്. ഉപ്പൻ്റെ കൂവൽ വരയ്ക്കുന്നു എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് നാടോടികളും വീട്ടുകാരും എന്ന പാഠഭാഗം. പേജ് നമ്പർ 126. S. ജോസഫാണ് ഈ കൃതി എഴുതിയിരിക്കുന്നത്. അടുത്ത 13ാമത്തെ ചോദ്യം പൊൻകുന്നം വർക്കിയുടെ ഏത് കഥാപാത്രത്തെയാണ് ഗൗളി ജന്മം എന്ന കഥയിൽ പരാമർശിക്കുന്നത്? ഒരു ആൺഗൗളിയുടെയും പെൺഗൗളിയുടെയും വീക്ഷണകോണിലൂടെയാണ് ഗ്രേസിയുടെ ഗൗളി ജന്മം എന്ന കഥ മുന്നോട്ട് പോകുന്നത്. ഒരു ഡോക്ടറുടെ ഈഗോ കാരണം ഒരു ചെറുപ്പക്കാരനെ മരണത്തിലേക്ക് തള്ളിവിടുന്ന ഒരു സന്ദർഭം കഥയിലുണ്ട്. അപ്പോൾ ആൺഗൗളി പെൺഗൗളിയോടായിട്ട് പറയുന്ന ഒരു വാചകമുണ്ട്, കഷ്ടം. കിഷോർലാലിൻ്റെ വർഗത്തിന് അഹന്ത ഇപ്പോഴുമുണ്ട്. അങ്ങേർക്ക് ഒടുവിലുണ്ടായ തിരിച്ചറിവ് ഈ ജന്മം ഇവർക്കൊട്ട് കിട്ടുകയുമില്ല. അപ്പോൾ പെൺകൗളി ചോദിക്കുന്നുണ്ട്, ആരാണ് കിഷോർലാൽ എന്ന്. അപ്പോൾ ആൺകൗളി പറയും, പൊൻകുന്നം വർക്കിയുടെ പ്രഗത്ഭനായ ഒരു ഡോക്ടർ കഥാപാത്രമാണ് കിഷോർലാൽ എന്ന് പറയുകയും ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ആൻസർ കിഷോരലാൽ ആണ്. പേജ് നമ്പർ 148 ഇത് വന്നിരിക്കുന്നത്. 14ാമത്തെ ചോദ്യം ഉദ്ബോധനം എന്ന പാഠഭാഗം ഏത് കൃതിയിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്? ആധുനിക മലയാള കവിതയ്ക്ക് അടിത്തറപാകിയ ത്രിമൂർത്തികളിൽ ഒരാളാണ് ഉള്ളൂർ എസ് പരമേശ്വരയ്യർ. നമുക്കറിയാം, മലയാളത്തിലെ ആധുനിക കവിത്രയങ്ങളായ കുമാരൻ ആശാൻ, ഉള്ളൂർ, വള്ളത്തോൾ എന്നിവരുടെ കാവ്യസപര്യയാണ് ആ കാലഘട്ടത്തെ സമ്പന്നമാക്കിയത്. ഉള്ളൂർ എസ് പരമേശ്വരയ്യരുടെ കിരണാവലിയിൽ നിന്നും എടുത്തിട്ടുള്ളതാണ് ഉദ്ബോധനമെന്ന പദ്യഭാഗം. അടുത്ത 15ാമത്തെ ക്വസ്റ്റ്യൻ മുറിപ്പാടിൽ നീരൊലിച്ച് നിന്നതാര്? ടി പത്മനാഭൻ്റെ പുഴകടന്ന് മരങ്ങളുടെ ഇടയിലേക്ക് എന്ന കൃതിയിൽ നിന്നും എടുത്തിട്ടുള്ള ജീവൻ്റെ വഴി എന്ന പാഠഭാഗത്തു നിന്നുള്ള ഒരു ചോദ്യമാണിത്. തൻ്റെ വീടിനോട് ചേർന്ന് നട്ടുവളർത്തിയ മുരിങ്ങമരം പൊട്ടി വീണതുമായി ബന്ധപ്പെട്ടാണ് കഥ മുന്നോട്ട് പോകുന്നത്.
അങ്ങനെ പൊട്ടുവീണ മുരിങ്ങമരത്തിൻ്റെ മുറിപ്പാടിൽ നിന്ന് നീരൊലിച്ച് നിൽക്കുന്നതിനെക്കുറിച്ച് ആണ് ഇവിടെ പരാമർശിക്കുന്നത്. അപ്പോൾ മുരിങ്ങമരമാണ് നീരൊലിച്ച് നിന്നത്. പേജ് നമ്പർ 114. അടുത്ത 16ാമത്തെ ക്വസ്റ്റ്യൻ. ഒരു പുഴയിൽ 2 തവണ ഇറങ്ങാൻ പറ്റില്ലെന്ന് പറഞ്ഞ ചിന്തകൻ ആര്? അടൂർ ഗോപാലകൃഷ്ണൻ്റെ സുഹൃതം എന്ന തിരക്കഥയിലെ ഡോക്ടർ ഉണ്ണി രവിയോട് പറയുന്നുണ്ട്, ഡോക്ടർ റഹീം കണ്ട രോഗിയല്ല ഇപ്പോൾ എൻ്റെ മുമ്പിൽ, ആ ശരീരത്തെയല്ല ഞാൻ ചികിത്സിക്കാൻ പോകുന്നത്. അപ്പോഴാണ് പ്രശസ്ത ചിന്തകൻ ഹെറാക്ലീറ്റസ് പറഞ്ഞ വാചകം ഡോക്ടർ ഉണ്ണി പറയുന്നത്, ഒരു പുഴയിൽ 2 തവണ ഇറങ്ങാൻ പറ്റില്ലെന്ന്, കാരണം പുഴ ഒഴുകിക്കൊണ്ടേയിരിക്കുന്നു. അപ്പോൾ 16ാമത്തെ ആൻസർ ഹെറാക്ലീറ്റസ് ആണ്. 17ാമത്തെ ചോദ്യം. ജനാധിപത്യത്തിൻ്റെ നെടുംതൂണുകളിൽ 4ാമത്തത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. കെ ശ്രീധരൻ നായരുടെ പത്രമാധ്യമങ്ങളുടെ പ്രസക്തി എന്ന പാഠഭാഗത്ത് നിന്നും ഉള്ള ചോദ്യമാണിത്. അതിൽ ജനാധിപത്യത്തിൻ്റെ 4 നെടുംതൂണുകളിൽ 3 പാർലമെൻറ്റ്, എക്സിക്യൂട്ടീവ്, ജുഡീഷ്യറി എന്നിവയാണെങ്കിൽ 4ാമത്തേത് പത്രങ്ങളാണെന്ന് പറയുന്നു. ഇതിൽ നിന്നും പത്രമാധ്യമങ്ങളുടെ പ്രസക്തി മനസ്സിലാക്കാവുന്നതാണ്. കൂടാതെ ഈ പാഠഭാഗത്ത് നിന്നും വരാൻ സാധ്യതയുള്ള മറ്റൊരു ചോദ്യമാണ് അമേരിക്കൻ പ്രസിഡന്റ് ജെഫേഴ്സന്റെ വിഖ്യാതമായ ഒരു അഭിപ്രായമാണ്. അതിപ്രകാരമാണ്, പത്രങ്ങളില്ലാത്ത ഗവൺമെൻറ് വേണോ, ഗവൺമെൻറ് ഇല്ലാത്ത പത്രങ്ങൾ വേണോ എന്ന് ചോദിച്ചാൽ ഗവൺമെൻറ് ഇല്ലാത്ത പത്രങ്ങൾ എന്നായിരിക്കും മറുപടി നൽകുക എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതൊന്ന് നോട്ട് ചെയ്ത് വെക്കുക. ഇതും പരീക്ഷകൾക്ക് ചോദിക്കാറുള്ള ഒരു ചോദ്യമാണ്. അപ്പോൾ 17ാമത്തതിൻ്റെ ആൻസർ പത്രമാധ്യമങ്ങളാണ്, പത്രങ്ങൾ.